എൻ്റെ പ്രണയം ഭാഗം 90. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കുന്ന അവൻ്റെ ഫ്രണ്ടും അവിടുത്തെ ബാങ്കിലെ മാനേജറായിട്ട് ഇരിക്കുന്ന അവൻ്റെ വൈഫും അങ്ങനെയൊരു കേസന്വേഷണത്തിൽ ഇവനെ സഹായിക്കുമെന്ന് ആരെങ്കിലും അറിയോ? ഇനി അവരെ അവർ രണ്ടുപേരും നോട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ആർക്കും സംശയം തോന്നില്ല. അത് തന്നെയാണ് ഇവൻ്റെയും ആവശ്യം. മുത്തശ്ശി പറഞ്ഞു. ഇപ്പോഴാണ് എൻ്റെ മുത്തശ്ശിയായത്, ഹരി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും നാളും വേറെ ആരുടെങ്കിലും മുത്തശ്ശിയായിരുന്നോ? മുത്തശ്ശി ചോദിച്ചു. അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ കഴിവ് തെളിയിക്കാൻ നീ എനിക്ക് അവസരം തന്നിട്ടുണ്ടായിരുന്നില്ല, അതാ പറഞ്ഞത്. അവർ ഹരി പറഞ്ഞ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. അവരോട് കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം ഹരി അവൻ്റെ കൂട്ടുകാരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ അതിന് സഹായം ചെയ്തു കൊടുക്കാം എന്നും പറഞ്ഞു. രാത്രി തന്നെ വിളിച്ച് ഇന്ന് എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണമെല്ലാം അവിടെ ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഹരിയും പൊന്നുവും മുത്തശ്ശിയും അവിടെ നിന്നും യാത്രയായത്. ഇതേ സമയം മിത്ര അയ്യരുടെ മകൾ മീനാക്ഷി ഹോസ്പിറ്റലിൽ ആയിരുന്നു. അവിടെ പ്രണവ് എത്തിയിരുന്നു. ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവളെ കാണാൻ വേണ്ടി റൂമിലേക്ക് കയറി. നെറ്റിയിൽ ഒരു കെട്ടുമായി കിടക്കുന്ന അവളെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ അടുത്ത് വന്നത് അറിയാതെ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പ്രണവ് വന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ അടുത്ത് ഇരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചപ്പോഴാണ് അടുത്ത് ആരോ ഇരിക്കുന്നത് പോലെ അവൾക്ക് മനസ്സിലായത്. അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി. പെട്ടെന്ന് അടുത്തിരിക്കുന്ന പ്രണവിനെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അവളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് ഇരുന്നു. അവളുടെ കരച്ചിൽ ഒന്ന് കുറഞ്ഞതും അവൻ, എന്താ മീനാക്ഷി, എന്താ ഉണ്ടായത്? പ്രണവ് ചോദിച്ചു. നമ്മൾ കാണണമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് പുറകിലൂടെ വന്ന ഒരു വണ്ടി എന്നെ ഇടിക്കാനായിട്ട് വരികയായിരുന്നു. എൻ്റെ മുന്നിൽ നിന്ന ആളുകൾ ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയതും ഒരു വണ്ടി വരുന്നത് കണ്ടു. ഞാൻ സൈഡിലേക്ക് നീങ്ങിയതാണ്. അവിടെയുണ്ടായിരുന്ന കാനയിലേക്ക് വീണതാണ്. അപ്പോൾ അവിടെയുണ്ടായ മതിലിൽ ചെന്ന് കൈയിടിക്കുകയും തലയിടിക്കുകയും ചെയ്തു. എന്ത് വണ്ടിയാണ്? കാറാണോ? പ്രണവ് ചോദിച്ചു. അതെ, ഒരു കാറാണ്. പക്ഷെ നമ്പർ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതിന് അവൻ ചെറുതായി ഒന്ന് മൂളി. അച്ഛനെ അറിയിച്ചോ? അവൻ ചോദിച്ചു. വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല, അവൾ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായതുപോലെ, ആരുമില്ലാതെ. അമ്മയെ കാണാതായപ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്കായി. എപ്പോഴും അമ്മ കൂടെയില്ലെങ്കിലും എനിക്ക് അമ്മയുടെ പ്രസൻസ് എപ്പോഴും തോന്നിയിരുന്നു. എന്താവശ്യത്തിനും എനിക്ക് അമ്മയെ വിളിക്കാൻ പറ്റുമായിരുന്നു. എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ പറയാതെ തന്നെ അമ്മ എന്നെ വിളിക്കുമായിരുന്നു. അമ്മയെ കാണാതായപ്പോൾ ഒറ്റപ്പെട്ട് പോയി തുടങ്ങിയിരുന്നു ഞാൻ. ഇപ്പോൾ ഇതുകൂടി ആയപ്പോൾ അച്ഛനും കൂടി ഇല്ലാതായ പോലെ തോന്നുന്നു. അവൾ കരഞ്ഞു. അവളുടെ കരച്ചിൽ പ്രണവിന് വല്ലാത്ത സങ്കടത്തിലാക്കിയിരുന്നു. എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ അവൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നികേഷും നവീനും വരുന്നത്. അവരെ കണ്ടതും വേഗം അവൾ അവൻ്റെ കയ്യിലെ പിടിവിട്ടു. അവനും നേരെയിരുന്നു. എന്നാൽ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതും അവളുടെ കരച്ചിലും എല്ലാം അവർ കണ്ടിരുന്നു. അവളുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയെങ്കിലും രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ അവർക്ക് തോന്നി. അവർ ഒന്നും അറിയാത്തതുപോലെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തായി മീനാക്ഷി, എങ്ങനെയുണ്ട് ഇപ്പോൾ? വേദനയുണ്ടോ? നവീൻ ചോദിച്ചു. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ കുഴപ്പമില്ല, അവൾ പറഞ്ഞു. പ്രണവ്, നീ ഡോക്ടറെ കണ്ടോ? നികേഷ് ചോദിച്ചു. കണ്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ തലയിലും മുറിവ് 3 സ്റ്റിച്ചും ഉണ്ട്. അതുകൊണ്ട് 2 ദിവസം കിടക്കേണ്ടി വരും. തലയായതുകൊണ്ടേ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്, പ്രണവ് പറഞ്ഞു. പിന്നീട് അവർ 3 പേരും കുറച്ചുനേരം അവളുടെ അടുത്ത് സംസാരിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഞാൻ എന്തായാലും ഹരിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ അപകടത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്നവർക്ക് പങ്കുണ്ട് എന്ന് സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇതിന് പിറകിൽ ആരാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും, നികേഷ് മീനാക്ഷിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ഇനി എന്തായാലും ഇപ്പോൾ ഇല്ലല്ലോ? നവീൻ ചോദിച്ചു. ഇല്ല, ഇവിടെ ആരെങ്കിലും വന്നിട്ട് ഞാൻ വന്നാൽ. അവൻ അത്രയും പറഞ്ഞതും ശരി, നീ എന്തായാലും മീനാക്ഷിയെ ഒറ്റയ്ക്കാക്കണ്ട. ഇവിടെ എപ്പോഴും ഒരാളുള്ളത് നല്ലതാണ്. അതിപ്പോൾ നീയാണെങ്കിൽ പ്രത്യേകിച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്,
ഞങ്ങൾ എന്തായാലും ഈ കേസിൻ്റെ പുറകെ തന്നെയുണ്ട്. പിന്നെ പ്രണവ്, ഒന്ന് അപ്പുറത്തേക്ക് വരാമോ? ഒരു കാര്യം പറയാനുണ്ട്, നവീൻ പറഞ്ഞു. മീനാക്ഷിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയപ്പോൾ നവീൻ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അത് ഹരിയാണ്. അടുത്ത് ചെന്നതും മനസ്സിലായി. ശരി എന്ന ഹരി, ഞാൻ അവനോട് പറയാം എന്ന് പറഞ്ഞ് നവീൻ ഫോൺ കട്ട് ചെയ്തു. പ്രണവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, അവൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് കൂട്ടിരിക്കാൻ തന്നെ തീരുമാനിച്ചോ? നവീൻ ചോദിച്ചു. തീരുമാനിച്ചോ എന്ന് ചോദിച്ചാൽ ആൾക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല. ആരും വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. അറിയാലോ, മിത്ര അയ്യരെ നമ്മൾ അന്വേഷിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുമെന്ന്. അതാണ് ആരെങ്കിലും വന്നിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇതുവരെയും ആരും വന്നിട്ടില്ല. അപ്പോൾ അവളുടെ അച്ഛനെ അറിയിച്ചില്ലേ? നവീൻ ചോദിച്ചു. വിളിച്ചു, കിട്ടുന്നില്ല. ഇന്നലെ വൈകിട്ട് മുതൽ അച്ഛനെ വീട്ടിൽ കണ്ടിട്ടില്ല എന്നാണ് മീനാക്ഷി പറയുന്നത്. അവൾ അക്കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് വന്നത്. ഞാൻ കുറേ തവണ അവൾ തന്ന നമ്പറിൽ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. ഇനി അവളുടെ അച്ഛനും മിസ്സിംഗ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പ്രണവ് പറഞ്ഞു. ഈശ്വര, ഇനി അടുത്ത കേസാകുമോ ഇത്? നവീൻ ചോദിച്ചു. എന്തായാലും നമുക്ക് ഇന്ന് കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അവളെ കൊണ്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുപ്പിക്കാം. എന്തു പറയുന്നു? നല്ല കാര്യമാണ്. ഇന്ന് വൈകുന്നേരം കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പരാതി കൊടുക്കാം. നീ എന്തായാലും അവളുടെ അച്ഛൻ്റെ നമ്പറിൽ ഒന്നുകൂടി വിളിച്ചു നോക്ക്. കിട്ടിയില്ലെങ്കിൽ സൈബർ സെല്ലിൽ ഒന്ന് കൊടുക്കാം. ലൊക്കേഷനും മറ്റും എവിടെയാണെന്ന് പറയുമല്ലോ, പ്രണവിനോട് നവീൻ പറഞ്ഞു. നീ എന്തായാലും അവളുടെ കൂടെ നിൽക്കുകയല്ലേ? പിന്നെ നിൽക്കാൻ മാത്രമേ പെർമിഷനുള്ളൂ, വേറെ ഒന്നിനും പെർമിഷൻ ഇല്ല, കേട്ടോ? നവീൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവനെ പ്രണവ് ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇവിടെ മനുഷ്യനിവിടെ പ്രാണവേദന. അപ്പോഴാണ് അവൻ്റെ. നീ ഒന്ന് പോയേ, ഞാനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, പ്രണവ് പറഞ്ഞു. എന്താ നിന്റെ പ്രശ്നം? നവീൻ ചോദിച്ചു. അവൾക്കിങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ? അതെ. അത് നിനക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? പ്രണവ് നവീനോട് ചോദിച്ചു. അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കറിയാം നീ ടെൻഷനിലാണെന്ന്. നീ ടെൻഷൻ അടിക്കാതെ നമുക്കൊരു വഴി ഉണ്ടാക്കാടാ. ആക്സിഡന്റ് കേസ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതല്ല എന്നെ അലട്ടുന്നത്. അവളുടെ അച്ഛൻ എവിടെയായിരിക്കും? ആദ്യം അവളുടെ അമ്മ, ഇപ്പോൾ അച്ഛൻ. രണ്ടുപേരും മിസ്സിംഗ് ആയി. ഇനി അടുത്തത് ഇവൾ. ഇപ്പോൾ ഇവൾക്ക് നേരെ ഉണ്ടായ ആക്സിഡന്റ്, അത് ചെറിയൊരു ആക്സിഡന്റ് മാത്രമാണോ? കണ്ടുനിന്നവർ പറയുന്നില്ല. അവളെ കൊല്ലാൻ നോക്കിയതുപോലെ തന്നെ തോന്നുന്നു. പ്രണവ് പറയുമ്പോൾ അവൻ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് എന്ന് നവീന് മനസ്സിലായി. നീ എന്തായാലും ടെൻഷൻ അടിക്കാതെ അവളുടെ കൂടെ തന്നെ ഇരിക്കുക. ഞാൻ അന്വേഷിക്കാം. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് നികേഷ് വന്നു. എന്നെ ഇറങ്ങാം. ഞാൻ ഹരിസാറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തുള്ള CCTV വിഷ്വൽസ് എല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ഓഫീസിലേക്ക് വരുമ്പോഴേക്കും ഡീറ്റെയിൽസ് അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർ പ്രണവിനോടും മീനാക്ഷിയോടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ റോഷനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു നിരഞ്ജനും പൂജയും നന്ദയും. ഇനിയും മിസ്സിംഗ് കേസ് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പൂജയുടെ അച്ഛൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വഴിക്ക് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എയർപോർട്ടിലെത്തിയ റോഷൻ അവിടെ നിന്നാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. മിസ്സിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന CCTV വിഷ്വൽസ് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പൂജയുടെ അച്ഛൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞത്. അത് പൂജയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ പൂജ നിരഞ്ജനെ ഒന്ന് നോക്കി. അവിടെ ഹരി ഉള്ളത് അവൾക്കറിയാം. പൂജ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നിരഞ്ജനോട് കാര്യം പറഞ്ഞു. നിരഞ്ജനും അത് കേട്ടപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും തൻ്റെ സഹോദരിയുടെ കരച്ചിൽ കണ്ടിട്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ നിരഞ്ജൻ തരുണിനോടും റോഷനെയും വിളിച്ചു അവരോട് കാര്യം പറഞ്ഞു. അവർ രണ്ടുപേരും അപ്പോൾ തന്നെ ഹരിയെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ നിരഞ്ജൻ ഹരിയോട് ഒരുപാട് അടുപ്പമില്ല എന്നും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറയുമോ എന്നും അവൻ ചോദിച്ചു. അപ്പോൾ തന്നെ തരുൺ വേഗം ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു. ഹരിയോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഹരിയുടെ മനസ്സിലേക്ക് വന്നത് ആ വില്ലയുടെ ഭാഗത്ത് വെച്ച് പൊന്നു പറഞ്ഞതും പിന്നെ താൻ കണ്ടതുമാണ് അവന് ഓർമ്മ വന്നത്. പക്ഷേ അത് ഒരു കാരണവശാലും റോഷനാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളൊന്നും അവരുടെ കയ്യിലില്ല. എന്തായാലും ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു.
മുത്തശ്ശിയും പൊന്നുവും നാളെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് വന്നത്. നിങ്ങൾ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? മുത്തശ്ശൻ ചോദിച്ചു. ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമാണ്. ഏത് ക്ഷേത്രത്തിൽ? അതിവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത്. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞതും പൊന്നു മുത്തശ്ശിയെ നോക്കി. അതെന്താ നിങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നത്? നാളെ കൂടി ലീവ് എടുക്കാൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. ഞാൻ എന്തായാലും നാളെ പോകുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞതും പൊന്നു മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി പെട്ടു എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് കണ്ടതും മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താണ് ഇവിടെ കൊച്ചുമകളെയും കൂട്ടി പ്ലാൻ ചെയ്യുന്നത്? മുത്തശ്ശൻ ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടുകളുണ്ട്, അത് കഴിക്കുന്ന കാര്യം പറയുകയായിരുന്നു. എന്തായാലും നാളെ ശനിയാഴ്ചയല്ലേ, ഞാനും കൂടി വരാം. മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയതും പൊന്നു മുത്തശ്ശിയെ നോക്കി. ഞാൻ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും കറക്കിയെടുത്ത് കാര്യങ്ങളൊക്കെ അറിയാന്ന് വെച്ചതാ. ഇനിയിപ്പോ ഇങ്ങേര് കൂടെയുള്ളത് കൊണ്ട് അയാൾ എന്നോട് സംസാരിക്കുമോ? എനിക്ക് അയാളോട് സംസാരിക്കാൻ പറ്റുമോ? അല്ല മുത്തശ്ശി, മുത്തശ്ശനും കൂടി കൂടെ വന്നെന്ന് വെച്ചാ എന്താ കുഴപ്പം? പൊന്നു ചോദിച്ചു. എൻ്റെ പൊന്നു, ആ മനുഷ്യനിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ കുറച്ച് പാടുണ്ട് എന്ന് എനിക്ക് സംസാരത്തിനിടയിൽ തന്നെ തോന്നി. അയാളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പകുതിക്ക് വെച്ച് അയാൾ നിർത്തിയതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഉടായ്പ മണക്കുന്നു. അതുകൊണ്ട് അയാൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കയറി അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. കുറച്ചു നേരം അയാളെ ഒന്ന് സോപ്പിട്ട് അയാളെ വളച്ച് കുപ്പിയിലാക്കിയാൽ മാത്രമേ അയാളിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റൂ. മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ കറക്കിയെടുക്കുന്ന കാര്യമാണ്? എൻ്റെ പൊന്നൂട്ടി, നിനക്ക് മനസ്സിലായില്ലേ? അയാളുടെ മകളെയാണ് ഈ വിജയകുമാർ വിവാഹം കഴിച്ചത്. അതയാൾക്കറിയാം. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് വിജയകുമാർ പാർവണയുടെ അമ്മ പവിത്രയെ ഉപേക്ഷിച്ച് സാവിത്രി വിവാഹം കഴിച്ചത്? അതും ഇയാൾക്കറിയാം. പിന്നെ അയാളുടെ ഭാര്യ മകളെ വിജയകുമാർ ഉപേക്ഷിച്ചു എന്നറിഞ്ഞ സമയത്താണ് മരണപ്പെട്ടത്. അയാൾ അവിടെ ഒറ്റയ്ക്കാണ്. ഒരുപാട് നാളായിട്ടില്ല. അമ്പലത്തിലെ കാര്യങ്ങൾ മറ്റും നോക്കിയാണ് അയാളിപ്പോൾ ജീവിക്കുന്നത്. അയാൾക്കെന്തോ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പെൻഷനും മറ്റും കിട്ടുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് എപ്പോഴും മടുപ്പാണ്. അതുകൊണ്ടാണ് അയാൾ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം സ്വമേധയ അയാൾ ഏറ്റെടുത്തതെന്നാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ട് അയാളോട് സംസാരിക്കുമ്പോൾ സത്യങ്ങൾ അറിയണമെങ്കിൽ കുറച്ച് ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. എൻ്റെ മോള് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അയാളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ പഴയ ഒരു തമിഴ് മൂവിയുണ്ട്, കമൽഹാസൻ്റെ. പെണ്ണായിട്ട് ഒരു മുത്തശ്ശിയുടെ വേഷം കെട്ടി അവൈ ഷൺമുഖി ആകേണ്ടി വരും എന്ന് തോന്നുന്നു, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി സിനിമകളെല്ലാം കണ്ട് അതിൻ്റെയെല്ലാം ഹരം കയറിയിരിക്കുകയാണ്. അതെല്ലാം വെച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുമോ? നോക്കാം പൊന്നു, കാശു മുടക്കുള്ള കാര്യമൊന്നുമല്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാണ്. എന്തായാലും നാളെ പോയി നോക്കാം. പക്ഷേ മുത്തശ്ശനെ എന്ത് ചെയ്യും? അവൾ ചോദിച്ചു. അതാണ് ഇപ്പോൾ ഞാനും ആലോചിക്കുന്നത്. ആ പുള്ളിയോട് ഒന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. ഈ മനുഷ്യനുണ്ടെങ്കിൽ നടക്കുമോ? നമുക്ക് മുത്തശ്ശനോട് കാര്യങ്ങൾ പറഞ്ഞാലോ? പൊന്നു ചോദിച്ചു. ഞാൻ എന്തായാലും ആലോചിക്കട്ടെ. അല്ല മുത്തശ്ശി, ഇപ്പം മുത്തശ്ശനെ കൊണ്ടുപോയാൽ തന്നെ മുത്തശ്ശി ആരാണെന്ന് പറയും? എൻ്റെ ഏട്ടനാണെന്ന് പറയും, മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു. അതിന് മുത്തശ്ശൻ സമ്മതിക്കോ? പൊന്നു ചോദിച്ചു. അതാണ് പറഞ്ഞത്, നമുക്കൊന്നുകൂടി പോയി മുട്ടി നോക്കിയാലോ? കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാലോ? മുത്തശ്ശി ചോദിച്ചു. പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു പൊന്നു അവിടെ നിന്ന് എഴുന്നേറ്റതും പൊന്നുവിനെ ഹരി വിളിച്ചു. മുത്തശ്ശി ചെന്ന് മുത്തച്ഛനോട് സംസാരിക്കും. അപ്പോഴേക്കും ഞാൻ ഹരിയേട്ടൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പൊന്നു മുകളിലേക്ക് പോയതും മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശൻ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി ചെന്നതും മുത്തച്ഛനെ നോക്കി. എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോ. അത് പിന്നെ എന്തോ ഒരു ഉടായിപ്പ് മണക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയോ ഞാൻ അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് പ്ലാനിങ്? മുത്തശ്ശൻ ചോദിച്ചതും മുത്തശ്ശി പിന്നീട് എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. ഈശ്വരാ, ആ ചെക്കൻ മര്യാദയ്ക്ക് ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. നിങ്ങളെല്ലാം കൂടി അതിനെ കൊണ്ടുപോയി പെടുത്തല്ലേ, ഉള്ള തെളിവുകൾ കൂടി നഷ്ടപ്പെടുത്തല്ലേ, മുത്തച്ഛൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. നമുക്കവിടെ നാളെ പോയാലാണ് എനിക്ക് പാർവണയുടെ മുത്തച്ഛൻ, അതായത് പവിത്രയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാൻ പറ്റൂ. അയാളിൽ നിന്നും
എന്തുകൊണ്ടാണ് പവിത്രയെ വിജയകുമാർ ഉപേക്ഷിച്ചത് എന്നെല്ലാം അറിയാൻ പറ്റൂ. മുത്തശ്ശി പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്താ വേണ്ടത്? മുത്തശ്ശൻ ചോദിച്ചു. ഞാൻ വരണ്ടേ? വന്നോ, ഞങ്ങളുടെ കൂടെ എന്തിനു പോകുന്ന ഒരാളുള്ളത് നല്ലതാണല്ലോ, മുത്തശ്ശി പറഞ്ഞു. അയ്യോ, എന്നെ കൂടുതൽ സൂചിപ്പിക്കില്ലേ, കാര്യം പറയും. നാളെ എനിക്ക് ഈ പാർവണയുടെ, അതായത് പവിത്രയുടെ അച്ഛനെ കണ്ട് സംസാരിക്കണം, ഒറ്റയ്ക്ക്. മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി. എങ്ങനെ? മനസ്സിലായില്ല. അതായത് കുറച്ച് അടുത്ത് സംസാരിക്കില്ലേ, അതുപോലെ ഈ പുള്ളിയുടെ സങ്കടങ്ങളെല്ലാം എന്നോട് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പുള്ളിയെ എത്തിക്കണം. അപ്പോഴാണ് അയാൾ കാര്യങ്ങളെല്ലാം പറയൂ. അതിനുവേണ്ടിയാണ് നാളെ പോകുന്നത്. ഓ, അപ്പോൾ ഞാൻ വരുന്നത് ബുദ്ധിമുട്ടാകും. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഭർത്താവാണെന്ന് പറയേണ്ടി വരും. അത് മേഡത്തിൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിക്കും അല്ലേ? അല്ല, ഭർത്താവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഭവതി പറയാൻ ഉദ്ദേശിച്ചത്? അത് ആൾക്കറിയാം. എൻ്റെ ഭർത്താവ് തെക്കേടത്ത് ജ്വല്ലറിയുടെ ഓണറാണെന്നും എല്ലാ കാര്യങ്ങളും അറിയാം. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാലും മനസ്സിലായി. കൂടുതലൊന്നും പറയണ്ട. ഞാനും കൂടി വരാം. ഒറ്റയ്ക്ക് ആ പെൺകുട്ടിയെ നീ കൊണ്ടുപോയി പെടുത്തണ്ട. നീ പെട്ടുപോയാലും ആ കൊച്ചിനെ പെടുത്തണ്ട. ഞാനും കൂടി വരാം. ഇതെല്ലാം ജീവിതത്തിൽ ഒരു ത്രില്ലല്ലേ, മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ പറ. ഇപ്പോഴാണ് നിങ്ങൾ എൻ്റെ ഭർത്താവായത്. അപ്പോൾ നാളെ നമ്മൾ കേസന്വേഷണം തുടങ്ങുന്നു. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തതും മുത്തശ്ശൻ ഒരു പുഞ്ചിരിയോടെ ആ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് പൊന്നും ഹരിയും കാണുന്നുണ്ടായിരുന്നു. ഈശ്വര, എൻ്റെ കേസ്, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അല്ലേ? ഭാഗ്യത്തിനാണ് ഞാൻ മുംബൈയിൽ പോയി ഇത്രയും നാളും നിന്നത്. അല്ലെങ്കിൽ ആ കേസുകളിലെല്ലാം ഇതുപോലെ വന്ന് തലയിടില്ലായിരുന്നോ? ഉള്ള ഡിറ്റക്റ്റീവ് നോവൽസും സിനിമകളും വെബ് സീരീസും എല്ലാം കണ്ടിട്ട് അതെല്ലാം എൻ്റെ കേസിലേക്ക് പ്രയോഗിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടി അല്ലേ? ഹരി പൊന്നുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.